ഗോവിന്ദചാമി ആണെങ്കിലും ഈ കഷായം ഗ്രീഷ്മയാണെങ്കിലും നാട്ടിലൊക്കെ പല കൊച്ചു കുഞ്ഞുങ്ങളെ ഇത് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, മോശമായിട്ട് ഇന്ന് കേസിലും കാര്യങ്ങളും നടക്കുന്നവർ 6 മാസം 7 മാസം 10 കൊല്ലം ആയവരെ നാളെ നിങ്ങളുടെ മുന്നിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് നല്ലവൻ ചമഞ്ഞാൽ നിങ്ങൾ അവർ അംഗീകരിക്കും. ലേശമെങ്കിലും ഉളുപ്പ് വേണം നിനക്ക് വീഡിയോ ചെയ്യുന്നത്. നീ ഒരു പബ്ലിക്കായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ, അതിൻ്റെ മാന്യതയെങ്കിലും നീ കാണിക്കും. പേടിയാണ് സത്യം പറഞ്ഞാൽ. ഇവൻ ചെയ്യുന്ന വീഡിയോസിൽ ഇടുന്ന ഓരോ ആൾക്കാർക്കും സത്യം പറഞ്ഞാൽ പേടിയാണ്. അവരുടെ മെസ്സേജുകൾ നമ്മൾ കാണുമ്പോൾ അവർ നമുക്ക് അയക്കുമ്പോൾ അവർ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അവർക്ക് പേടിയാണ്. അവരുടെ ഫേസ് റിവീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എവിഡൻസ് ഇടാൻ അവർക്ക് പേടിയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇന്ന് സമൂഹത്തിൽ അവരെല്ലാം തെറ്റുകൾ തിരുത്തി മാന്യമായിട്ട് ഇന്ന് കുടുംബജീവിതവും അല്ലാതെയും ജീവിച്ച് മാന്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുടെ ഫേസ് റിവീൽ ചെയ്തിട്ട് നീ ഹറാസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ കോടതി കിടക്കുന്ന കേസുകളുണ്ട്, എല്ലാം ഉണ്ട്. നീ കോടതിയാണോ? നിനക്ക് ലേശം നിനക്ക് ലജ്ജ തോന്നാൻ പാടില്ല. നിനക്കുണ്ടായിരുന്നല്ലോ ഒരു പാസ്റ്റ്. ഇന്ന് എല്ലാവരും നിന്റെ തലയിലിരുന്ന പാസ്റ്റ് ആൻഡ് പാസ്റ്റ് എന്ന് പറയുന്ന സാധനം. ഈ പാസ്റ്റ് എന്ന് പറയുന്നത് നിനക്ക് മാത്രമല്ല, നീ ചെയ്യുന്ന വീഡിയോയിൽ ഒരുപാട് പ്രതികളുണ്ടാവും, നിരപരാധികളുണ്ടാവും. നിനക്ക് വന്ന് പോലും മെസ്സേജ് അയക്കുന്നവർക്ക് പോലും നീ റിപ്ലൈ കൊടുക്കുന്നില്ല. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, വാഗുകൊണ്ട് പറയുന്നതല്ല നമ്മൾ. നീ റിപ്ലൈ കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നില്ല. നീ വീഡിയോ നിനക്ക് കാശ് തന്നതിൻ്റെ നന്ദി നീ കാണിക്കുന്നുണ്ട്, ശരിയാണ്, ഇല്ലാന്നൊന്നും പറയില്ല. നീ നന്ദി കാണിക്കുന്നത് തന്നെ ചെയ്യുന്നുണ്ട്. നിനക്ക് കാശ് കിട്ടുന്നതിൻ്റെ നന്ദി കാണിക്കുക, അത് കാണിക്കണം. അതില്ലാന്നല്ല. പക്ഷേ ഈ കാശ് കൊടുത്തവർ ഒരു കാര്യം ചിന്തിച്ചു, നാളെ വേറൊരാൾ ഇത് കൊടുത്താൽ നന്ദി അവൻ അവിടെയും കാണിക്കുമ്പോൾ ഈ കാശ് കൊടുത്തവർ മറക്കണ്ട എന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ ഇവൻ്റെ പാസ്റ്റ് കാര്യങ്ങളൊക്കെ, അതായത് ഈ 6 മാസം മുന്നേ നടന്ന സംഭവമാണ്. 6 മാസം മുന്നേ അത് പാസ്റ്റ് ആണല്ലോ. നാളെ ഗോവിന്ദചാമി ആണെങ്കിലും ഈ കഷായം ഗ്രീഷ്മയാണെങ്കിലും നാട്ടിലൊക്കെ പല കൊച്ചു കുഞ്ഞുങ്ങളെ ഇത് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, മോശമായിട്ട് ഇന്ന് കേസിലും കാര്യങ്ങളും നടക്കുന്നവർ 6 മാസം 7 മാസം 10 കൊല്ലം ആയവരെ നാളെ നിങ്ങളുടെ മുന്നിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് നല്ലവൻ ചമഞ്ഞാൽ നിങ്ങൾ അവർ അംഗീകരിക്കും. അതുപോലെ ഇവൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അംഗീകരിച്ചോളി. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് 5-6 കൊല്ലം കഴിഞ്ഞ കേസുകളുള്ള കാര്യങ്ങളൊക്കെ റിവ്യൂ ഇവൻ ചെയ്യുന്നത്. അതിൽ നിരപരാധികളായിട്ട് ഒരുപാട് പേര് നിരപരാധികളായതുകൊണ്ടല്ല അവൻ ജയിലിൽ കിടക്കാണ്ട് പല ആൾക്കാരും പുറത്തിറങ്ങുന്നത്. അവർ അറസ്റ്റ് കൂടി ചെയ്യാൻ അത് ഇവനെടുത്ത് റിവ്യൂവിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇന്ന് ഫാമിലി ഇല്ലേ, ഇവൻ ജീവിക്കുന്ന പോലെ മാറി ജീവിക്കുന്നവരാണെങ്കിലോ അതെന്തുകൊണ്ടും ചിന്തിക്കുന്നില്ല. നീ അറ്റ്ലീസ്റ്റ് ഒറ്റ കാര്യമുള്ളൂ, നീ അറ്റ്ലീസ്റ്റ് ആ വീഡിയോ ചെയ്യുമ്പോൾ ഈ പ്രതികളാണെന്ന് പറയുന്നത് നിന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ലേശം കരുണ കാണിച്ചിട്ട് അവർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക. അവർ പറയാനുള്ള കേൾക്കുക. എന്നിട്ട് നീ വീഡിയോ ചെയ്തു. വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല. നീ വീഡിയോ ചെയ്തു, അതിന് നിനക്ക് സത്യാവസ്ഥ ഇല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വീഡിയോ ചെയ്യാം. അതാണ്. അല്ലാതെ ഓരോരുത്തരായിരിക്കുന്ന മെസ്സേജ് നീ എടുത്തിട്ട് അത് സ്റ്റോറിയും സ്റ്റാറ്റസ് ഇടുമ്പോൾ അവർക്ക് റിപ്ലൈ പോലും കൊടുക്കാതെ സ്റ്റോറിയും സ്റ്റാറ്റസ് ഇടുമ്പോൾ നീ ഒരു കാര്യം ചിന്തിച്ചോ, ഇത് തിരിഞ്ഞും കളിക്കാം എന്ന്. നാളെ നിനക്കും എഗെയിൻസ്റ്റ് ആയിട്ട്, ഇന്ന് നിന്നെ കൈയടിക്കുന്നവർ നാളെ നിനക്കും തിരിഞ്ഞ് എഗെയിൻസ്റ്റ് ആവും. അത് ആവേണ്ടി വരും മച്ചു. സത്യം പറഞ്ഞു ഞാനിപ്പോഴും പറഞ്ഞല്ലോ, നാളെ ഇന്ന് ഞാനൊരു അബ്യൂസ് ഒരു കേസിൽ പെട്ടു, ഞാൻ അകത്ത് പോയി, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ നന്നായി എന്ന് പറഞ്ഞാൽ വന്ന് വീഡിയോ ചെയ്തു തന്നെ നിങ്ങൾ എന്നെ അംഗീകരിക്കും. അതും പാസ്റ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവൻ ചെയ്യുന്ന 5-6 കൊല്ലം എത്തിയ കേസുകളൊക്കെ പാസ്റ്റാണെന്ന് പറയണം. അവരുടെ അവസ്ഥ എന്താണെന്ന് പറയും. അവരിന്ന് നാട്ടിലും വീട്ടിലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാടുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെ. എനിക്ക് ഇതിൻ്റെ ഫുക്കിൽ തെളിവുകൾ വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സത്യമായിട്ടും ഇത് റിവീൽ ചെയ്യും ഞാൻ. എനിക്കെതിരെ വന്നതിന് ഇവിടെയല്ല, ലീഗലി. അല്ലാണ്ട് ഇവൻ്റെയും നിങ്ങളുടെ മുന്നിലും ഈ പറഞ്ഞ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവരെ അല്ലാത്തവരുടെ മുന്നിൽ ഞാൻ കാണിച്ചു കൊടുക്കും, പറഞ്ഞു കൊടുക്കും. ഇവനെ സപ്പോർട്ട് ചെയ്ത് നമുക്കെതിരെ ഇടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇവൻ്റെ ഹൈലൈറ്റ് നോക്കിയിട്ട് അത് വിശ്വസിച്ച് മിണുങ്ങണവരുണ്ട്. സത്യമായിരിക്കുമല്ലോ, അവൻ ശരിയായിരിക്കും, അവന് കള്ളക്കേസ് കുടിക്കുക. അറ്റ്ലീസ്റ്റ് ഇവൻ്റെ നാട്ടിലൊന്നും മലപ്പുറം പൊന്നാൻ മുഹമ്മദ് ഹക്കീം എന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒന്ന് ജസ്റ്റ് നിങ്ങൾ കൂട്ടുകാരന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരോ ആരെങ്കിലും ഹൈ ബൈ ബന്ധം പോലെ ഒന്ന് ചോദിച്ചു നോക്ക് ആരാണ് ഹക്കീം എന്നുള്ളത്. ഓക്കെ, ഇവൻ എവിടെയോ സൗദിയിൽ എവിടെയോ കിടന്ന് ചെയ്യുന്നു, നിങ്ങളത് വിശ്വസിക്കുന്നു. അത് ശരിയാണ്. ഡ്രഗ്സ് മാഫിയ എന്ന് പറയുന്നത് അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത ഒരു സാധനം തന്നെ, നമ്മൾ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യാത്ത ഒരു സാധനം. അതിന് അവന് 100% നമ്മൾ അംഗീകരിച്ച ഒരാളാണ്, വീഡിയോ ചെയ്ത ഒരാളാണ്. പക്ഷേ അതിൽ ഇവൻ ഉൾപ്പെടുത്തിയ കുറേ ആൾക്കാരുണ്ട് നിരപരാധികളായി. പല ആൾക്കാരും വ്യക്തിപരമായിട്ട് ചൂഷണം